ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പി എസ് സിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഞാൻ പി എസ് സിക്ക് വരുന്നത് അധികമായിട്ടൊന്നുമില്ല. പി എസ് സി ടെസ്റ്റൊക്കെ എഴുതാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് എഴുതുന്ന യൂണിവേഴ്സിറ്റി LGS എക്സാമാണ് എൻ്റെ ഫസ്റ്റ് പി എസ് സി എന്ന് പറയുന്നത്, പി എസ് സി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് മുൻപ് ഞാൻ ഹൗസ് വൈഫാണ്. അപ്പോൾ അതിന് മുൻപ് എനിക്കൊരു മോൻ ഉണ്ടായിരുന്നു. അപ്പോൾ മോന് കുറച്ച് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ആ ഒരു ടെൻഷൻ, ഡിപ്രഷൻ, അങ്ങനെ ആകെ ഇനി ജീവിക്കണ്ട, ആകെ മൈൻഡ് ആകെ പോയി, ഇനി ആകെ വീട്ടിലിരുന്ന വട്ട് പിടിച്ച് പോകണ ഒരു അവസ്ഥയിൽ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലിരിക്കണ്ട, എന്തെങ്കിലും പഠിക്കാനോ ഇല്ലെങ്കിൽ എന്തിനെങ്കിലും നിനക്ക് പോവാം, ഫാഷൻ ഡിസൈനിങ്ങിനോ ബ്യൂട്ടീഷ്യൻ കോഴ്സിനോ അങ്ങനെയൊക്കെ എന്തിനെങ്കിലും നീ വീട്ടിലിരിക്കേണ്ട, എന്തെങ്കിലും പോക്കോ എന്നുള്ളൊരു ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തൊരു വഴി എന്നുള്ളത് പി എസ് സിക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ പി എസ് സിക്ക് പോകുമ്പോൾ എനിക്ക് പി എസ് സിനെ കുറിച്ചിട്ട് യാതൊരുവിധ ഐഡിയ ഇല്ല. എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം ഒന്നും അറിയില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് പി എസ് സിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നത്. ഞാനൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഫസ്റ്റ് ഈ ഒരു ബുക്ക് എനിക്ക് തരുന്നത്. ഒരു 10th ലെവൽ പ്രിലിമിനറിയുടെ ഒരു റാങ്ക് ഫയൽ തരുന്നത്, ടാലൻറ്റിൻ്റെ ഒരു റാങ്ക് ഫയൽ തരുന്നത്. എൻ്റെ ഫസ്റ്റ് പി എസ് സി ബുക്ക് എന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു പി എസ് സിയിലെ എൻ്റെ ഒരു നിധി, എങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ഒരു ബുക്കിനെ ഞാൻ പറയും. കാരണം അവൾ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് എനിക്കിത് തന്നിട്ടുള്ള ഈ ഒരു ബുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു ബുക്ക് വെച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് യൂണിവേഴ്സിറ്റി LGS അതിൻ്റെ പ്രിലിംസ് കിട്ടി, മെയിൻസിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഈ ഒരു ബുക്കാണ് ഫസ്റ്റ് എൻ്റെ പി എസ് സിയുടെ ബുക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് തരുമ്പോഴേ കുറച്ചൊക്കെ അവളും പഠിച്ചിരുന്ന ബുക്കാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെ അങ്ങനെ ബുക്കുകളൊക്കെ കുറച്ച് നാശമായിരിക്കുന്നത്. പക്ഷേ നാശമായെങ്കിലും ശരി, ഈ ഒരു ബുക്ക് ഞാൻ ഏതൊക്കെ ബുക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായാലും അല്ലെങ്കിൽ ഇനി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും എനിക്ക് ഈ ഒരു ബുക്ക് എന്നും എൻ്റെ കൂടെ ഉണ്ടാകും. കാരണം എനിക്കൊരാൾ ഫസ്റ്റ് ഞാൻ പി എസ് സിക്ക് പോകുമ്പം നീ ഈ ബുക്ക് നീ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയൊരു ബുക്കാണിത്. അപ്പോൾ ഇത് എൻ്റെ വലിയൊരു നിധിയാണ് പി എസ് സി എന്നുള്ളതിൽ കേട്ടോ. ഒരു ജോലി പി എസ് സിയിൽ പഠിച്ചൊരു ജോലി കിട്ടുന്നത് പോലെ തന്നെയാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെ ഞാൻ ഈ ഒരു ബുക്കിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബുക്ക് വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് അറിയില്ല എങ്ങനെയാണ് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ബുക്ക് വായിച്ച് നോക്കുമ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ പി എസ് സിക്ക് ഒരുങ്ങാനുള്ള പി എസ് സി പഠിക്കുകയാണല്ലോ, ഒരുപാട് കാലത്തിന് ശേഷം ബുക്കുകളോടൊക്കെ ഉള്ളൊരു ടച്ച് എനിക്ക് വന്നു തുടങ്ങുകയാണ്. കാരണം അതിന് മുൻപ് മോനായിട്ടുള്ള ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ 7 കൊല്ലത്തോളം അങ്ങനെ തന്നെയായിരുന്നു ഞാൻ. ബുക്കുകളോടൊന്നും ഒരു ടച്ച് പോലും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റൊക്കെ പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല, എഴുതാൻ കിട്ടുന്നില്ല. ശരിക്കും 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി പോയിരുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ഞാൻ തിരഞ്ഞെടുത്ത വഴി തെറ്റാണോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഓരോരോ കുട്ടികളും ഓരോരോ ആൻസേഴ്സ് ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ എനിക്കൊന്നും കിട്ടാത്ത അവസ്ഥ, കറക്റ്റായിട്ട് എഴുതാൻ അക്ഷരങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. അതിന് ഞാൻ മറ്റുള്ള കുട്ടികളുടെ കൂടെ എത്തണം, അങ്ങനെ ഇരുന്ന് പഠിക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം മനസ്സിൽ വന്നു. കാരണം വീട്ടിൽ ഞാൻ തനിയെ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓരോരോ ഓർമ്മകൾ വരും. അപ്പോൾ ഞാൻ കൂടുതൽ സമയം, ആകെ 2 ദിവസമാണ് ഞാൻ ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ കൂടുതൽ സമയം ഞാൻ വായിക്കാനും എഴുതാനും ഒക്കെ ഇരുന്നിട്ട് എനിക്ക് എന്നോട് തന്നെ ഒരു സംതൃപ്തി. കാരണം എനിക്ക് ഏകദേശം ആ ഒരു ലെവലിലൊക്കെ എത്താൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ ഈ ഒരു ബുക്ക് വായിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യം ഒരു റാങ്ക് ഫയൽ വായിച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്ക് പറയാൻ ഞാനൊരു ഫസ്റ്റ് ടൈമാണ്, ഒരു ബേസും ഇല്ലാതെ ഞാൻ അങ്ങോട്ട് പോവുക. കാരണം പഠിച്ചതൊക്കെ മറന്നു പോയിരിക്കണം, മുൻപ് പഠിച്ചതൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യം SCERT മുതൽ പഠിച്ചു തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ SCERT ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം സമഗ്രയിൽ നിന്നൊക്കെ ബുക്കുകളൊക്കെ, ടെക്സ്റ്റ് ബുക്കൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ അത് എനിക്ക് ഈ കണ്ണിൻ്റെ ചെറിയ പവറിൻ്റെ പോയിൻ്റുകൾ, മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഫോണിൽ ഇങ്ങനെ നോക്കി വായിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തോന്നുക. അങ്ങനെ എന്താ ചെയ്യുക, ഇത് ഫോണിലുള്ള ഈ ഒരു വായന ശരിയാവില്ല. ഇങ്ങനെ സമഗ്രയിൽ നിന്നുള്ള ടെസ്റ്റൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കുമ്പോൾ അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ അടുത്തുള്ള ഒരു ബുക്ക് സ്റ്റാൾ, ഞങ്ങളുടെ സ്ഥലത്ത് എടുത്തിട്ടുള്ള ഒരു ബുക്ക് സ്റ്റാളിൽ പോയി. ആ ബുക്ക് സ്റ്റാളിൽ പോയപ്പോഴാണ് ഒരു പി എസ് സിയുടെ ഒരു ബുക്കുകളുടെ വലിയൊരു ലോകം തന്നെ ഞാൻ അറിയുന്നത്. കാരണം ഇത്രയും ബുക്കുകളൊക്കെ പി എസ് സി ഇറക്കിയിട്ടുണ്ട്, അങ്ങനെ പി എസ് സിക്ക് പഠിക്കാനായിട്ടുണ്ടെന്നൊക്കെ സത്യമാണ് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ബുക്സുകളാണ്
ഇത് കേട്ടോ. ആദ്യം സോഷ്യലിൻ്റെ 2 ബുക്കുകൾ വാങ്ങിച്ചു. ലക്ഷ്യയുടെ ക്ലാസ് റൂം 1, ക്ലാസ് റൂം 2 എന്ന് പറഞ്ഞിട്ട് 5 മുതൽ 10 വരെ സോഷ്യലിൻ്റെ ബുക്കാണിത്. SCERT എല്ലാ പാഠഭാഗങ്ങളും ഉള്ള ബുക്ക് കേട്ടോ. എനിക്കിത് വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ എനിക്കിതിൽ തോന്നിയിട്ടുള്ളൊരു കുറവ് എന്ന് അങ്ങനെ പറയാനൊന്നുമുള്ളൊരു ഇതില്ല. പക്ഷേ എന്നാലും എനിക്ക് തോന്നിയുള്ളത് ഇത് 2 വോളിയായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഇങ്ങനെ 5 കഴിഞ്ഞ് പിന്നെ 7 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ 6ാം ക്ലാസ്സിലെ ഫസ്റ്റിലാണ് 6 കൊടുത്തിരിക്കുന്നത്, സെക്കൻഡിലാണ് 5 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എല്ലാം ഒരു ബുക്കിലാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 10 വരെ കറക്റ്റ് ഓർഡറിലുള്ള ചാപ്റ്റേഴ്സ് ഒരു ബുക്കിലാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു, ബെറ്റർ ആയിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതിനേക്കാൾ ഒന്നുകൂടെ പോയിൻറ്റ്സുകൾ കൂടുതലായിട്ട് എനിക്ക് ഈ ബുക്കുകളിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള SCERTയിൽ സോഷ്യലിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ബുക്കാണ് ഈ ലക്ഷ്യയുടെ ക്ലാസ് റൂം 1ഉം ക്ലാസ് റൂം 2 എന്നുള്ള സോഷ്യൽ സയൻസിൻ്റെ ഈ ബുക്ക് കേട്ടോ. അങ്ങനെ ഈ പ്രിലിംസും പിന്നെ ഈ ഒരു SCERTയും ആണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പഠിക്കുന്ന കാലത്ത് എനിക്ക് കെമിസ്ട്രിയും ഫിസിക്സും ഭയങ്കര ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സും കെമിസ്ട്രിയും എന്നുള്ളത്. പക്ഷേ ഇഷ്ടമില്ല എന്നുള്ളത് നമ്മൾ PSCയിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്തായാലും അത് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പഠിച്ചല്ലേ നമ്മൾ മതിയാവുള്ളൂ. അങ്ങനെ ബയോളജി എനിക്ക് കുഴപ്പമില്ല. സാറ് ഇങ്ങനെ ക്ലാസ്സിൽ ഓരോന്നൊക്കെ എടുക്കുമ്പോൾ എനിക്കതൊക്കെ ഇങ്ങനെ പുതുമകൾ പോലെയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. കാരണം പണ്ട് പഠിച്ചതൊന്നും ഓർമ്മയിലില്ല, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ലേ. അങ്ങനെ വീണ്ടും ഞാൻ ബുക്ക് സ്റ്റാളിൽ പോയി സയൻസിൻ്റെ ഒരു ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ SCERTയുടെ സയൻസിൻ്റെ ഒരു ബുക്ക് വാങ്ങിച്ചു. കാരണം റാങ്ക് ഫയൽ നോക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ബേസിക് മുതൽ അറിഞ്ഞാലാണ് നമുക്ക് റാങ്ക് ഫയൽ വായിച്ചിട്ട് കാര്യമുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു SCERT ബുക്ക് സോഷ്യലാണെങ്കിലും സയൻസ് ആണെങ്കിലും വായിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു റാങ്ക് ഫയൽ വായിക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ബെറ്റർ ആവും കേട്ടോ. അപ്പോൾ ഞാൻ സയൻസിനൊരു ബുക്ക് മേടിച്ചു. പ്രൈം PSCയുടെ ഒരു പള്ളിക്കൂടം എന്ന് പറഞ്ഞിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ പാഠങ്ങളും എല്ലാ പോയിൻറ്റ്സുകളും വരുന്ന ഈ ഒരു ബുക്കും വാങ്ങിച്ചു. ഇത് എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയും ബുക്കുകൾ ഞാനിതെല്ലാം ഒരുമിച്ച് വാങ്ങിച്ചതല്ല കേട്ടോ, പല തവണകളായിട്ട് വാങ്ങിച്ച ബുക്കുകളാണ്. അങ്ങനെ ഇതൊക്കെ നോക്കി ഇതൊക്കെ വായിക്കാറുണ്ട്. പിന്നെ എനിക്ക് ടഫുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് മാത്സ് ആയിരുന്നു. മാത്സ് അത്ര വലിയ ടഫില്ല, പക്ഷെ എന്നാലും ചില ഭാഗങ്ങളൊക്കെ എനിക്ക് ദശാംശങ്ങൾ, ഭിന്നസംഖ്യകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാരണം പണ്ട് പഠിച്ചതൊന്നും ഓർമ്മയിലില്ല. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ വാങ്ങിച്ചൊരു ബുക്കായിരുന്നു ഇത്. PSC ഗണിതം മധുരം എന്നുള്ളതും പ്രൈം PSCയുടെ തന്നെയാണ് ഈ ഒരു ബുക്കും എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് മാത്സൊക്കെ ഇങ്ങനെ ഒരു ബുക്ക് നോക്കി വായിക്കുന്നതിനേക്കാൾ പഠിക്കുന്നതിനേക്കാൾ എനിക്ക് യൂട്യൂബിൽ നല്ല നല്ല സാർമാരുടെ ഒക്കെ ക്ലാസ്സുകളുണ്ട്. ഞാൻ അങ്ങനെ ഒരു സാറിൻ്റെ ക്ലാസ് എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. ഒരുപാട് നല്ല ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് നല്ല ഇത് മനസ്സിലായത്. മാത്സൊക്കെ നല്ല ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യണത് യൂട്യൂബ് ക്ലാസ് തന്നെയാണ്. ഇപ്പം ഞാൻ കോച്ചിങ്ങിനൊന്നും പോകില്ല. ആകെ 6 മാസം വരെ മാത്രമാണ് കോച്ചിങ്ങിന് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ട് തന്നെയായിരുന്നു വായിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് യൂട്യൂബ് ക്ലാസ് ഇപ്പോഴും കാണുന്നുണ്ട് കേട്ടോ. മാത്സിനും അതിനൊക്കെയുള്ള യൂട്യൂബ് ക്ലാസ്സുകൾ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ ഈ ഒരു മാത്സിൻ്റെ ഈ ഒരു ബുക്കും എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും ബുക്കുകൾ വെച്ചിട്ടാണ് ഞാൻ PSCയുടെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നതാണ്. അതായത് മാത്സിൻ്റെ ഒരു ബുക്ക്, സയൻസിൻ്റെ പള്ളിക്കൂടം, പിന്നെ ക്ലാസ് റൂമിൻ്റെ സോഷ്യൽ 2 ഭാഗം, പിന്നെ നമ്മുടെ ഫ്രണ്ട് തന്നിട്ടുള്ള ഈ ഒരു PSC പ്രിലിംസിൻ്റെ ഒരു റാങ്ക് ഫയലുമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അങ്ങനെ ഇത്രയും ബുക്കുകൾ വെച്ചിട്ടാണ് ഞാൻ വായിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു PSC ടെസ്റ്റ് എഴുതുന്നത് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി LGS ആണ്. ഫസ്റ്റ് എക്സാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു സ്കൂളിൽ തന്നെയായിരുന്നു എനിക്ക് ഫസ്റ്റ് എക്സാം ഉണ്ടായിരുന്നത്. ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് കൈയും കാലൊക്കെ വിറക്കി അങ്ങനെ എഴുതുമ്പോഴൊക്കെ, കാരണം അങ്ങനെ ബബിൾ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പേടിയായിരുന്നു. കാരണം ഫസ്റ്റ് എക്സാമാണ്, പ്രാക്ടീസ് അങ്ങനെ ഒന്നുമില്ല, ഒരുപാട് എഴുതിയിട്ടുള്ള ശീലം അങ്ങനെ ഇല്ല. OMR ഷീറ്റിലൊക്കെ ഇങ്ങനെ ബബിൾ ചെയ്യുമ്പോൾ ഒരുപാട് പേടിയായിരുന്നു. പക്ഷേ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട്. കാരണം ഒരുപാട് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആദ്യം ചോദിച്ചു ഫസ്റ്റ് ടൈം എഴുതുന്നത് ആരൊക്കെ ഉണ്ട് ചോദിച്ചപ്പോൾ ഞാൻ എണീറ്റ് നിന്നു. 2-3 കുട്ടികളുണ്ടായിരുന്നു. ടീച്ചർ കറക്റ്റായിട്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് ടൈമൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ടൈമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
എന്തോ എനിക്ക് ദൈവഭാഗ്യം, എൻ്റെ ചിലപ്പോൾ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിരിക്കാം, എനിക്ക് ആ പ്രിലിംസ് എക്സാം എനിക്ക് കിട്ടി. ഇനി നമ്മൾക്ക് മെയിനിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ബുക്കുകൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതല്ല. SCRT നമുക്ക് എപ്പോഴും ഉപകാരപ്രദമാവുന്നതാണ്. എപ്പോഴും പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും LGSനും LDSനും എല്ലാ എക്സാമിനും നമ്മൾ SCRT മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞ പോലെ SCRT നമ്മളെപ്പോഴും പഠിച്ചിരിക്കണം. അപ്പോൾ മെയിൻസിന് ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും ഉപകാരപ്രദമാവുന്നതാണല്ലോ. കാരണം ഇനിയിപ്പോൾ LDC വരാൻ LDCക്ക് LGSൻ്റെ റാങ്ക് ഫയൽ വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും ഇനിയിപ്പോൾ വേരിയസ് LGS വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഫോക്കസ് ചെയ്യുന്നത് അതന്നെ. കാരണം എനിക്ക് LDC എനിക്ക് ഇപ്പോഴും ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻസ് ആയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇംഗ്ലീഷും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു പേടി, എന്താ അറിയില്ല. എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മെയിൻ എക്സാം എഴുതണം, അതായത് യൂണിവേഴ്സിറ്റിയുടെ LGSൻ്റെ മെയിൻ എക്സാം ഒക്കെ വരിക. അപ്പോൾ ഇനി അതിനൊരു ബുക്ക് വേണമല്ലോ, ഒരു മെയിൻ റാങ്ക് ഫയൽ മേടിക്കണമല്ലോ. അപ്പം ഞാൻ വീണ്ടും നമ്മുടെ പഴയ ബുക്ക് സ്റ്റാൾ തന്നെ പോയിട്ട് ലക്ഷ്യയുടെ തന്നെ ഒരു മെയിൻസിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ വാങ്ങിച്ചു. അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ LDC എക്സാം വരികയാണല്ലോ, LDCക്കുള്ള റാങ്ക് ഫയൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ അത്രയ്ക്കുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ LGS മെയിൻസിനുള്ള ഒരു റാങ്ക് ഫയൽ ഞാൻ വാങ്ങിച്ചു. നമ്മൾ ഇത്രയും ബുക്കുകൾ വാങ്ങിച്ചതൊക്കെ നമ്മൾ ഒറ്റ സമയം കൂടി വാങ്ങിച്ചതല്ല, പല സമയങ്ങൾ പല ദിവസങ്ങളിൽ വാങ്ങിച്ചതാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചെങ്കിൽ ചില ബുക്കുകളൊക്കെ മേടിക്കാൻ വേണ്ടി ഏട്ടൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വീട്ടിൽ ചെറിയൊരു തയ്യലിൻ്റെ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ക്യാഷൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ ബുക്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഞാൻ മെയിൻസിനുള്ളൊരു ലക്ഷ്യയുടെ തന്നെ ഒരു ബുക്ക് വാങ്ങിച്ചു, LGS മെയിൻസിന് വേണ്ടിയിട്ട് ബുക്ക് വാങ്ങിച്ചു. ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു ബുക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം അടങ്ങുന്നുള്ള ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കുറേ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ആ ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനും കൂടി ഉണ്ട്. അപ്പോൾ കൂടുതൽ ഇപ്പം ഞാൻ അധികം ഫോളോ ചെയ്യുന്ന ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറാണ് ഞാൻ നോക്കാട്ടോ. അപ്പോൾ ഇതിലെ മാത്സും അപ്പോൾ നമുക്ക് ഒരുപാട് എക്സാംസ് എഴുതിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഇതേ ക്വസ്റ്റ്യൻസും ഒക്കെ വരും എന്നുള്ളതല്ല, ഒരുപാട് എക്സാം എഴുതുന്ന പോലെ നമ്മളിങ്ങനെ OMR ബുക്ക് മേടിച്ചിട്ട് അല്ലെങ്കിൽ OMR ഷീറ്റ് മേടിച്ചിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സാം ഇതിലത്തെ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് വെച്ചെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റിനും പറ്റും, അതുപോലെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും ബുക്കുകളാണ് ഞാൻ എൻ്റെ PSCക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൂട്ടിയുള്ള ബുക്കുകൾ എന്ന് പറയാൻ കേട്ടോ. ഇത്രയും ബുക്കുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബുക്ക് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് തന്നൊരു ബുക്കാണ് കേട്ടോ. ദ സീക്രട്ട്. ഇത് PSC ആയിട്ട് ബന്ധപ്പെട്ട ബുക്കൊന്നുമല്ല. എൻ്റെ മൈൻഡ് ഭയങ്കര ഡള്ളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഇതിൽ നിന്ന് ഒരു പേജ് എടുത്തിട്ട് ഞാൻ വായിക്കാറുണ്ട്. ഇതെന്തിനാണ് നമ്മൾ മോട്ടിവേഷൻ വീഡിയോസും കോഡ്സും ഒക്കെ നോക്കാറുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു നമ്മുടെ മൈൻഡിനൊരു റിലീഫ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ നീ ഈ ബുക്കൊക്കെ വായിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നൊരു ബുക്കാണ്. ഈ ഒരു ബുക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് സന്തോഷമാണ് എനിക്കിത് വായിക്കുമ്പോൾ. ഞാൻ എപ്പോഴും PSCക്ക് വായിക്കുകയാണെങ്കിൽ ശരി, ഇടയ്ക്കൊക്കെ നമ്മൾക്കൊരു എപ്പോഴും PSC ഇങ്ങനെ ബുക്കുകൾ റാങ്ക് ഫയൽ ക്വസ്റ്റ്യൻസ് ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ അതിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടി ഞാൻ അതിൽ നിന്നൊരു പേജോ 2 പേജോ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ബുക്സുകളാണ് എൻ്റെ മേശപ്പുറത്ത് ഉണ്ടാവുക. പിന്നെ ഞാൻ വാങ്ങിച്ചു കൂട്ടിയ വേറെ കുറച്ച് സാധനങ്ങളെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാം ബോർഡാണ്. എക്സാം ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഉപകാരപ്രദമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്സൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു എക്സാം ബോർഡ് നമ്മൾക്ക് ഉണ്ടാവണം നല്ലതാണ്. പിന്നെ അതുപോലെ ഈ ഒരു പേപ്പർ, ഇതിന് A4 ഷീറ്റ് അല്ല, ന്യൂസ് പ്രിൻ്റ് പേപ്പർ എന്നാണ് പറയുക. അപ്പോൾ ഇതിന് 1 കിലോ ആയിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇതിന് 1 കിലോന് 80 രൂപയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതുപോലെ പേപ്പർ വാങ്ങിച്ചു വയ്ക്കും. എനിക്ക് മാത്സ് പ്രോബ്ലംസ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ വരച്ച് പഠിക്കാനൊക്കെ ഇങ്ങനത്തെ ഒരു പേപ്പേഴ്സാണ് ഞാൻ മേടിക്കുക. ഇങ്ങനത്തെ പേപ്പർ മേടിച്ചിട്ട് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനത് പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടൊരു എക്സാം ബോർഡ് കൂടെ മേടിച്ചു. അപ്പോൾ ഇതും എൻ്റെ മേശപ്പുറത്തുണ്ട്. പിന്നെ കുറച്ച് പെന്നുകൾ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഒരുപാട് പെന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അവർ
അവരുടേതായ കളികളും ഇതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. നമ്മുടെ മേശൊക്കെ എല്ലായ്പ്പോഴും ഭയങ്കര നീറ്റായിട്ട് ഇരിക്കുകയൊന്നുമില്ല. കാരണം കുട്ടികളുള്ള വീടാകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പെന്നിന് ഇതേ ഒറ്റ ടോപ്പ് പോലും ഉണ്ടാവില്ല, അതിൻ്റെ അടപ്പുകളൊക്കെ അവളെടുത്ത് കളിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ പെന്ന് കൊണ്ടൊക്കെ ലച്ചുമോളാണ് എഴുതാറ്, അവൾ സ്കൂളിൽ കൊണ്ടുപോകാറ്. എനിക്കിഷ്ടമുള്ള പെന്നെന്ന് പറയുന്നത് ഇത്, അതുപോലെ ഈ പെന്ന്, ഈ ബ്ലാക്ക്, ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കേട്ടോ. ഇതിന് 3 രൂപ 4 രൂപ ഈ റേറ്റിനുള്ള പെന്നുകളാണിത്. പക്ഷേ എനിക്ക് ഇതുകൊണ്ട് എഴുതാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. ഈ പെന്നുകളാണ്, പെന്നുകൊണ്ട് എഴുതുന്നത് കേട്ടോ. ഈ പെന്ന് തന്നെയാണ് ഞാൻ എക്സാമിന് പോകുമ്പോഴും ഇത്തരം പെന്നുകൾ തന്നെയാണ് ഞാൻ കൊണ്ടുപോകാറ്. ഒന്ന് അല്ലെങ്കിൽ ബ്ലൂ ഇങ്കോ ബ്ലാക്ക് ഇങ്കോ, ഞാൻ ഇങ്ങനത്തെ പെന്ന് തന്നെയാണ് ഞാൻ കൊണ്ടുപോകാറ്. പിന്നെ അതുപോലെ ഒരു റെഡ് ഇങ്ക് പെന്ന് ഉണ്ടായിരിക്കും ഇതിൽ എവിടെയാണ്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോഴൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു റെഡ് ഇങ്ക് പെന്നും കൂടെ ഞാൻ വാങ്ങിച്ചേക്കും. ഇതിനൊന്നും അടപ്പുകളില്ല, അതാണ് പ്രശ്നം. കാരണം അതൊക്കെ അവളെടുത്ത് കളിക്കുന്ന കാരണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യാനൊക്കെ കൂടുതൽ മാർക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചേക്കാറില്ല. അധികം കാശ് ചിലവാക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഒരു റെഡ് ഇങ്ക് പെന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു പെന്ന്, ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് തന്നാട്ടോ. ഞാനിതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് സൈൻ ചെയ്യാനോ എന്തെങ്കിലും ഇഷ്ടത്തോടു കൂടി എഴുതാനോ അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ. ഒരുപാട് സന്തോഷമാണ് ആ ഒരു പെന്ന്. അപ്പോൾ ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെന്ന് വയ്ക്കണ ഈ ഒരു ഇത് പറയുന്നത്, നമ്മുടെ വെള്ളം കുപ്പി 20 രൂപയുടെയൊക്കെ വെള്ളം കുപ്പി കിട്ടില്ലേ, അപ്പോൾ അത് മുറിച്ച് വെച്ചതാട്ടോ. കൂടുതൽ കാശ് ചിലവാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങിച്ചു കൂട്ടുന്നത് അത്രയും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചു കൂട്ടുള്ള സ്റ്റേഷനറീസ് എന്ന് പറഞ്ഞാൽ. പിന്നെ വാങ്ങിച്ച സ്റ്റേഷനറീസ് ഇതൊക്കെയാണ്. ഇത് നമ്മുടെ ക്യാമലിൻ്റെ അക്രാളിക് കളേഴ്സ് ഉണ്ടല്ലോ, വാങ്ങിക്കുന്ന ബോക്സാണ്. ലിച്ചുവിന് വെക്കേഷന് കളേഴ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ച ബോക്സാണത്. അതിൽ കുറച്ച് സ്റ്റിക്ക് നോട്ട്സ് ഉണ്ടാവുമല്ലോ, ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കും. കാരണം ഇന്നത് ഞാൻ കംപ്ലീറ്റ് ആക്കി, അല്ലെങ്കിൽ അതിങ്ങനെ പേപ്പറിൽ, ഞാൻ പറഞ്ഞില്ല പേപ്പറിലാണ് ഞാൻ മാത്സ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഞാൻ മാത്സ് ചെയ്യുന്നത് ഇപ്പോൾ ഭിന്നസംഖ്യയുടെ കുറച്ച് പ്രോബ്ലംസുകളാണെന്ന് വെച്ചാൽ ഒരു 10 പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണെന്ന് വെച്ചാൽ ഭിന്നസംഖ്യ മാത്രം ചെയ്ത് വയ്ക്കും, ബോർഡ് മാത്സ് മാത്രം ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്ക് നോട്ട് നമുക്ക് എന്തിനാണെങ്കിലും ഉപകാരമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്റ്റിക്ക് നോട്ട്സുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എപ്പോഴും ഉപകാരമാവണ ഇത്തരം പിന്നുകൾ, 10 രൂപ ഒരു പാക്കറ്റിനായിട്ട് ഇത്രയും പിന്നുകൾ വാങ്ങിച്ചേക്കാം. കാരണം നമ്മൾ ഏത് പേജ് വരെ വായിച്ചു, എവിടെയാണ് നമ്മൾ നിർത്തിയത്, അങ്ങനെയൊക്കെ പേജിനൊരു അടയാളം കൊടുക്കാൻ ഇത്തരം പിന്നുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ നമ്മുടെ ഫോണ് വെക്കാനുള്ളൊരു സ്റ്റാൻഡ്. കാരണം യൂട്യൂബ് ക്ലാസ്സൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ വെച്ചിരുന്ന് കാണുമ്പോൾ ഒന്നുകൂടെ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ വെള്ളം കുപ്പി, അതായത് ഞാൻ ചെറിയ ബോട്ടിലാണ് എടുക്കാറ് കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ പോയിട്ട് അടുത്ത വെള്ളം കുപ്പി എടുക്കും. അപ്പോൾ നമ്മൾക്ക് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുമ്പോൾ ഒരു പഠനത്തിൽ നിന്നുള്ളൊരു ബ്രേക്കും കൂടിയാണ്. എപ്പോഴും ഇങ്ങനെ ഒരു ഭാഗത്ത് തന്നെ ഇരുന്നിങ്ങനെ പഠിക്കണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, അത് കഴിയുമ്പോൾ പോയി നിറച്ചിട്ട് വരിക, അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ കിച്ചണിലാണെങ്കിലും ഡൈനിങ് ടേബിളിലാണെങ്കിലും എവിടെയും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ മണി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പം ഞാനിതിൻ്റെ തണ്ടുകൾ ഇങ്ങനെ പൊട്ടിച്ച് വെള്ളത്തിൽ വെച്ച്, എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മുടെ ടേബിളിലുണ്ട്. അങ്ങനെ ഇത് ടേബിള് എൻ്റെയും ലച്ചുവിനെയും കൂടിയിട്ടുള്ള ഒരു ടേബിളാട്ടോ. ഇപ്പോൾ അത് ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ ലച്ചുവിന് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഹാളിലിരുന്ന് പഠിക്കും, റൂമിലിരുന്ന് പഠിക്കും, ചിലപ്പോൾ ബെഡിൽ കിടന്ന് പഠിക്കും. അങ്ങനെയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് പഠിക്കട്ടെ, ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അവർ ചൂസ് ചെയ്യട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ PSC പഠനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ LGS എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ബുക്കുകൾ എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്, 2022 ഡയറിയാണ്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ കറണ്ട് അഫെയർസൊക്കെയാണ് ഞാൻ എഴുതി വയ്ക്കാറ്. യൂട്യൂബിൽ നിന്നും ടെലഗ്രാമിൽ നിന്നൊക്കെ കിട്ടുന്ന കറണ്ട് അഫെയർസൊക്കെ ഞാൻ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വാങ്ങിക്കാം. പക്ഷേ ഒന്നും എഴുതാത്തൊരു ഡയറി ഇരുന്നിരുന്നു. അപ്പോൾ ആ ഡയറിയിൽ ഞാൻ എഴുതി വയ്ക്കാം, ഏതായാലും അവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ കറണ്ട് അഫെയർസൊക്കെ എഴുതി വയ്ക്കാൻ വെച്ചിട്ട് ഒരു ഡയറി കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ PSC സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ആൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നറിയില്ല. അപ്പോൾ PSCക്കൊക്കെ ഒരുങ്ങുന്ന ആളുകൾ ഇത്രയും ബുക്സുകളൊക്കെ വാങ്ങിക്കുന്നത് ആദ്യമായിട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരുവിധം ആളുകൾക്ക് എന്തൊക്കെ ബുക്ക് വാങ്ങിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ ഇത്രയും ബുക്കുകളൊക്കെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. കഴിയുന്നതും SCERT ബുക്കുകളൊക്കെ വാങ്ങിച്ചിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.